the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവിന്റെ സന്നിധിയിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന നഥാനിയേലിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഫിലിപ്പോസ് എന്നെക്കുറിച്ച് നിന്നോട് പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത്തിമരത്തിന്റെ തണലിൽ നീ വിശ്രമിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. ആശ്ചര്യത്തോടെ നഥാനിയേൽ യേശുവിനെ നോക്കി പറഞ്ഞു, റബി, റബി, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഇസ്രായേലിന്റെ രാജാവാണ്. റബി, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ഇസ്രായേലിന്റെ രാജാവാണ്. കർത്താവിന്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്ത് ജനങ്ങൾ ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചു, ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ അങ്കിയിലും തുടയിലും ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവ്, രാജാക്കന്മാരുടെ രാജാവ്. പ്രിയപ്പെട്ടവരെ, നീയും ഞാനും ആരാധിക്കുന്ന യേശു രാജാവാണ്. അവൻ എൻ്റെ രാജാവാണ്. അവൻ സിയോനിന്റെ രാജാവാണ്. അവൻ ലോകത്തിന്റെ രാജാവാണ്. ആ രാജാവിനെ ആനന്ദത്തോടെ നമുക്ക് ആരാധിക്കാം, പാടാം, സ്തുതിക്കാം.
വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സ്വർഗം തുറന്നിരിക്കുന്നു, ഇതാ ഒരു വെള്ളക്കുതിര, അതിന് മുകളിൽ ഇരിക്കുന്നവൻ വിശ്വസ്തനെന്നും നീതിമാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനും പടപൊരുതുന്നവനുമാണ്. അവന്റെ നയനങ്ങൾ അഗ്നിനാളങ്ങൾ പോലെയാണ്. അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവന്റെ നയനങ്ങൾ അഗ്നിനാളങ്ങൾ പോലെയാണ്. അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണെങ്കിൽ നമുക്ക് ആ വലിയ രാജാവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ആ വലിയ രാജാവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അവനിതാ നിന്റെ ഭവനത്തിലേക്ക് സകല പ്രതാപത്തോടും കൂടി രാജാവായി വാഴുവാൻ എഴുന്നള്ളി വരുന്നു. നിന്റെ ഹൃദയത്തിലേക്ക് സകല പ്രതാപത്തോടും കൂടെ ഇതാ അവൻ എഴുന്നള്ളി വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ രാജാവിന് വേണ്ടി നിന്റെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. ആ രാജാവിന് വേണ്ടി എൻ്റെ ഹൃദയത്തിന്റെ അകത്താരികൾ നമുക്ക് തുറന്നു കൊടുക്കാം. എബ്രായ ലേഖനത്തിൽ പ്രകാരം പറയുന്നു: നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ ബലഹീനതകളിൽ നിന്നെ ശക്തിപ്പെടുത്തുന്നവനാണ്. യേശു നിന്റെ ബലഹീനതകളിൽ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. യേശു നിന്റെ പാപത്തിന്റെ കെണികളിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്, അധികാരമുള്ളവനാണ്. നിന്റെ തകർന്ന ജീവിത അവസ്ഥയിലേക്ക് പൂർണ്ണമായി ഇറങ്ങി വന്ന് നിന്നെ പൂർണ്ണമായി വിടുവിക്കുവാൻ അധികാരമുള്ളവനാണ് യേശു. പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് ശാലോമിന്റെ മുമ്പിലിരുന്ന ഈ ആരാധനയിലൂടെ കടന്നു പോകുമ്പോൾ നീ പക്ഷേ കെട്ടുകളാൽ കെട്ടപ്പെട്ടവനായിരിക്കാം, നീ തകർന്നവനായിരിക്കാം, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയറ്റവനായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ ഒരു കാര്യം മറക്കരുത്: നിന്റെ അധികാരി യേശുവാണ്, നിന്റെ ഉടമസ്ഥൻ യേശുവാണ്, നിന്റെ കർത്താവ് യേശുവാണ്. കൊരിന്ത്യരുടെ ലേഖനത്തിൽ പ്രകാരം പറയുന്നു: ദൈവം സമസ്തവും അധീനമാക്കി അവന്റെ പാദത്തിന് കീഴിലാക്കി. ദൈവം സമസ്തവും അധീനമാക്കി യേശുവിന്റെ പാദത്തിന്റെ കീഴിലാക്കി. പ്രിയപ്പെട്ടവരെ, സമസ്തം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും അതിൽ ഉൾപ്പെടും. സമസ്തം എന്ന് പറഞ്ഞാൽ നീയും ഞാനും അതിൽ ഉൾപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സകലത്തിന്റെയും അധിപനായ, സകലത്തിന്റെയും അധികാരമുള്ള യേശുവിനെ നമുക്ക് ആനന്ദത്തോടെ നമുക്ക് അവനെ പാടി സ്തുതിക്കാം. നീ ഏത് സാഹചര്യത്തിലാണോ ഇപ്പൊ ഇരിക്കുന്നത് അതെല്ലാം നമുക്ക് പറക്കാം. അധികാരം കയ്യിലേടുന്ന, ആധിപത്യമുള്ള, അധികാരമുള്ള ആ കുഞ്ഞാടിനെ നമുക്ക് പാടി പുകഴ്ത്തി ആരാധിക്കാം. യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. സ്തുതിച്ചിടാം യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ
നീ എന്തിനാ ഈ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ മടിക്കുന്നേ? നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ പഴയ കാലങ്ങളിൽ ഉണ്ടായേക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതം ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയാത്ത പാപത്തിന്റെ വലിയ ബന്ധനത്തിലായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി, സംസാരിക്കാൻ പോലും ശക്തിയില്ലാതെ തകർന്നവനായി നീ കിടക്കുന്നവനായിരിക്കാം. രോഗത്തിന്റെ അവസ്ഥയിൽ നീ തകർന്നവനായി കിടക്കുന്നവനായിരിക്കാം. അതിൽ യേശു നമ്മളോട് പറയുന്നു, യേശു നിന്നോട് പറയുന്നു, എനിക്ക് സകലത്തിൻ്റെയും മേൽ അധികാരമുണ്ടെന്ന്, എനിക്ക് സകലത്തിൻ്റെയും മേൽ ആധിപത്യം ഉണ്ടെന്ന്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ കണ്ണുകൾ ഈ അടയ്ക്കുക. നിന്റെ കരം നിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കാം. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇപ്രകാരം ഒരു പ്രാർത്ഥന ഉയരട്ടെ. ഇപ്രകാരം ഒരു പ്രാർത്ഥന ഉയരട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷക, ഞാൻ ഓടി തളർന്നിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ തീർത്തും നിരാശനായിരിക്കുന്നു, ഞാൻ പാപത്തിന്റെ കെട്ടിൽ പൂർണ്ണമായി വീണിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ യേശുവിന് എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുമെന്ന്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ യേശുവിന് എന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ കഴിയുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ മാറോട് നീ ചേർന്നിരിക്കണം. ആ യേശുവിൻ്റെ മാറോട് നീ ചേർന്നിരിക്കണം. ആ യേശുവിൻ്റെ സ്നേഹം നീ ആവോളം നുകരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രകാരം പറയുന്നു, അവിടുന്ന് എന്നെ അയച്ചുവെന്നും അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്തെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ അറിയട്ടെ. അവിടുന്ന് എന്നെയും സ്നേഹിച്ചിട്ടുണ്ടെന്നും അതുപോലെ പിതാവാം ദൈവം ലോകത്തെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് യോഹന്നാന്റെ 17-ാം അധ്യായത്തിലാണ് യേശു ഈ വാക്കുകൾ പറയുന്നത്. അതിനുശേഷം യേശു ഈ സ്നേഹം പ്രകടമാക്കുവാൻ നടന്നു നീങ്ങുന്നത് കാൽവരിയിലെ കുരിശിലേക്കാണ്. അതിനുശേഷം യേശു നടന്നു നീങ്ങുന്നത് കാൽവരിയിലെ കുരിശിലേക്കാണ്. നമ്മൾ ഇത്ര നേരം ആരാധിക്കുകയായിരുന്നു, അവൻ രാജാവാണെന്നും അവൻ സകലത്തിന്റെ അധിപനാണെന്നും അവൻ സകലത്തെ നിയന്ത്രിക്കുന്നതാണെന്നും നാം പാടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ നടന്നു നീങ്ങുന്നത് എന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതിയാണ്. രാജാവ് ഒരു ബലിയാടിനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ കുരിശിന്റെ ചുവട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവനോ എന്നോടും നിന്നോടുമുള്ള മഹാസ്നേഹം. മഹാസ്നേഹം, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ് പ്രിയപ്പെട്ടവരെ കാൽവരിയിലെ കുരിശ്. കാൽവരിയിലെ കുരിശ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന് മറുവിലയായി, ഈ സ്നേഹത്തിന് മറുവിലയായി നീയും ഞാനും എന്ത് കൊടുക്കും? പ്രിയപ്പെട്ടവരെ, നീ ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാം, ഒരുപാട് ആകുലതകളുടെ മധ്യത്തിലായിരിക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അല്പനേരം നിനക്കത് മാറ്റിവെക്കാമോ? നിന്റെ പ്രശ്നങ്ങളെ നിനക്ക് മാറ്റിവെക്കാമോ? നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ, നിന്നോടുള്ള വലിയ സ്നേഹത്തെ പ്രതി, കുരിശോളം അവൻ നിന്നെ സ്നേഹിച്ചു എന്ന വചനത്തിൽ പറയണേ, ആ യേശുവിന് വേണ്ടി സ്നേഹിക്കാൻ നീ തയ്യാറാണോ? ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, അവനെ നാം എത്ര അധികമായി സ്നേഹിക്കണം, അവനെ നാം എന്തോരം സ്നേഹിക്കണം, അതിന് യാതൊരു അളവുകളുമില്ല. പ്രിയപ്പെട്ടവരെ, അവനെ നമുക്ക് ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അവനെ നമുക്ക് ഇത്രയും ആരാധിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്നുകൊണ്ട് ഈ ഗാനത്തിന്റെ മനോഹരമായ ഈരടികളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമുക്ക് പറയാം, ഇത്രയും സ്നേഹിച്ചാൽ പോരാ ഈശോയെ, ഇത്രയും ആരാധിച്ചാൽ പോരാ ഈശോയെ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണെനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിക്കാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ.
എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പ്രിയപ്പെട്ടവരെ, അവന്റെ മുറിവിന്റെ വിള്ളലിലേക്ക് നമ്മളെ തന്നെ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് പറയാം, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് ഹൃദയത്തിൽ എന്ന ആഴമായ സ്നേഹത്താൽ, ആഴമായ സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് പറയാം, എനിക്ക് വേണ്ടി മുറിവേറ്റവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി അടികളേറ്റവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ മരണഭീതിയെ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞവനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരു